നമസ്കാരം. നമുക്ക് ഇന്നലെ സൈറ്റിൽ കിട്ടിയത് കോട്ടോ സ്റ്റോൺ വിരിക്കാനായിരുന്നുണ്ട്. അത് പോർച്ചിൽ വിരിക്കാൻ വേണ്ടിയിട്ട് ക്ലയൻറ്റ് കൊടുന്നതാണ്. ലെതർ കോട്ടോ സ്റ്റോൺ ഏകദേശം നല്ല ഗ്രിപ്പ്, വിരിക്കണ പ്രതലം നല്ല ഗ്രിപ്പുള്ളൊരു സൂപ്പർ കോട്ടോ സ്റ്റോൺ ലെതർ ആയിരുന്നു കേട്ടോ. 2x2 20 mm തിക്നെസ് ഉള്ള അടിപൊളി മെറ്റീരിയലാണ്. അപ്പോൾ എന്തായാലും ഇന്നലെ വിരിച്ചുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ എല്ലാവരും ചവിട്ടി കയറിയിട്ട് ഇങ്ങനെ കുറച്ച് ചെളിയൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും ഒക്കെ ഒന്ന് നല്ല ക്ലീൻ ആക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ അത് അണ്ടർഫിൽ ചെയ്ത് അപ്പോക്സിയോ മറ്റെന്തെങ്കിലും മെറ്റീരിയലായിട്ട് ഫില്ല് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ വർക്ക് എടുക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും ബെറ്റർ ജോയിൻറ്റ് ചെയ്യാനുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം ക്ലയൻറ്റിന് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, അപ്പോക്സി ചെയ്യണോ അതോ മറ്റുള്ള എന്തെങ്കിലും മെറ്റീരിയൽ ചെയ്താൽ മതിയോ എന്നൊക്കെ ക്ലയൻറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചെയ്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ, നല്ല കോട്ടോ സ്റ്റോണാണ് 2x2. ഇത് പിന്നെ 40 mm തിക്നെസ് ഉള്ള കോട്ടയാണ് മുറ്റത്ത് വിരിക്കുന്നത്. മുറ്റത്ത് വേറെ ടീമാണ് വിരിക്കുന്നത്. നമുക്ക് ഈ പോർച്ചിൽ മാത്രമാണ് നമുക്ക് സെറ്റ് ചെയ്യാണ്ടായിരുന്നത്. നല്ല അടിപൊളി നല്ല കളറുള്ള കോട്ടോ സ്റ്റോൺ. അപ്പോൾ ഇത് ചെളി ആയതുകൊണ്ടാണ് പ്രശ്നം. എന്തായാലും ഇനി അണ്ടർഫിൽ ചെയ്യുന്ന ടൈമിൽ നല്ല ക്ലീനാക്കി ജോയിൻ്റൊക്കെ നല്ല സെറ്റാക്കി ഇട്ടിട്ട് വേണം മറ്റുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാണ്. അപ്പോൾ എന്തായാലും അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഏതാണ് ചെയ്യാൻ നല്ലതെന്നുള്ളത്. അപ്പോൾ സ്കേർട്ടിങ്ങും തന്നെ അതേ കളർ തന്നെ നമ്മൾ ചെയ്ത്